Get set chat. Get set chat. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ്. താങ്ക് യു. മുക്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ പറയണമല്ലോ, പക്ഷെ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. ശരിക്കും യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ, ഇൻഫാക്ട് വെരി ഗ്രേസ്ഫുൾ. പിന്നെ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തത് എന്താണെന്നറിയോ, കയ്യെ കിടക്കുന്ന വള. അത് ഈ കല്യാണം കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻസ് ഇടുന്നത് അത് തന്നെ ഉദ്ദേശിച്ചിട്ടതാണ്. അല്ല, ഞാൻ സ്ഥിരം ഇപ്പൊ ഇടുന്നുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ അവരൊരു 1 year ഒക്കെ ഇടുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. എനിക്കിഷ്ടമാണ്, അവരുടെ കൾച്ചർ എനിക്കിഷ്ടമാണ്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നോ? നോർത്ത് ഇന്ത്യയിൽ ഇല്ല, പക്ഷെ ഞാനിങ്ങനെ ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നിറച്ചു ഗോൾഡ് ഇത് റെഡ് ആണ്. റെഡ് ഞാൻ ഒത്തിരി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ റെഡ് ആയി പോയില്ലേ. അപ്പൊ അത് കാരണം ഓക്കെ. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനിയിപ്പം അത് മാച്ച് ചെയ്തിട്ടതാണോ അതോ അതുപോലെ ഇട്ടതാണ്? ഇത് അവിടുന്ന് മേടിച്ചാണോ വള? ഞാനിത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇത് നേരത്തെ ഞാനൊരു ഷോന് പോയപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വാങ്ങിച്ചതാണ്. ആക്ച്വലി കല്യാണം അങ്ങനെ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് ഞാനെല്ലാം നേരത്തെ, എനിക്ക് ഇപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെക്കും എല്ലാ കാര്യങ്ങളും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ ഇടിപിടി നമുക്ക് എല്ലാം ചെയ്യാം. അതിന്റെ ആ ഒരു പെർഫെക്ഷൻ ആ കല്യാണത്തിനുണ്ടായിരുന്നു കേട്ടോ. ഓ, ബൈ ദ വേ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് കുടുംബകാര്യമൊക്കെ ചോദിച്ചു നോക്കാം. ചോദിച്ചോളൂ. ഈ നമ്മുടെ പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, സോ റിമിയെ നമുക്ക് ആസ് എൻ ആങ്കർ അറിയാം, ആസ് എൻ ആക്ട്രസ് അറിയാം, ആസ് എ സിംഗർ അറിയാം, പക്ഷെ ആസ് എ നാത്തൂൻ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പറയൂ, എങ്ങനെയുണ്ട്? ഭയങ്കര പാവമാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇപ്പം നേരത്തെ മുതൽ അറിയാം ചേച്ചിനെ, എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. അപ്പൊ അങ്ങനെ അതിന് പെട്ടെന്ന് കയറി ചെന്നൊരു ഫീൽ. വീട്ടില് റാഗിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, 2-3 സിനിമയുടെ വർക്ക് തീർക്കാനുണ്ട്. അപ്പം ചേച്ചിയും ഭയങ്കര തിരക്കാണ്. ചേച്ചിക്ക് എന്നും ഷോ, ചേച്ചിക്ക് വീട്ടിലിരിക്കാൻ നേരമില്ല, എന്നും ഷൂട്ട് ഷോ അത് ഇതെന്നുകൊണ്ട് ചേച്ചി. അപ്പം ചേച്ചി വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവത്തില്ല. ഞാൻ പോകുമ്പം അങ്ങനെ രണ്ടുപേർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അയ്യോ, നാത്തൂനെ അടുത്തറിയാനുള്ള ചാൻസ് ഇതുവരെ കിട്ടി. പക്ഷെ രസമാണ് എല്ലാവരും കൂടെ കൂടുമ്പം. കാരണം ഞങ്ങളുടെ മമ്മിയാണ്, ഇപ്പം എൻ്റെ മമ്മിയാണെങ്കിലും അനീത്തിയുണ്ട്, അനീത്തിയാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാവരും ഭയങ്കര ടോക്കറ്റീവാണ്, ഭയങ്കര സംസാരിക്കും. ചേച്ചിയുടെ കാര്യം അറിയാലോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിച്ച് കുക്കിംഗ് എല്ലാവരും കൂടെ ഒരുമിച്ച് രസമാണ്. വേറൊരു കുക്ക് ചെയ്യോ? ആ, അത്യാവശ്യം. എന്താ സ്പെഷ്യൽ? എന്താ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ ഉണ്ടാക്കും. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഷൂട്ടിന് വരുമ്പോഴത്തേക്ക് ഒരു ടാസ്ക് ആയിട്ട് കുറച്ച് കുക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവരൂ, ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ ഉണ്ട്, എന്തായാലും ഫസ്റ്റ് പ്രൈസ് അടിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഉണ്ടെങ്കിൽ. എന്താ റിങ്കു ചേട്ടൻ എന്ത് പറയുന്നു? ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. റിങ്കു ചേട്ടൻ വിളിക്കുന്നത്? ഞാൻ ഏട്ടാന്നാ വിളിക്കുന്നത്. അത്യാവശ്യം കുക്ക് ചെയ്യും, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഒക്കെ വെച്ചായിരുന്നു ഞാനും ചേച്ചിയൊക്കെ. വീട്ടില് ചേച്ചി, അനീത്തി, ഞാന്, ഞങ്ങളുടെ മേക്കപ്പ് മാൻ, പിന്നെ കുറച്ച് ഓർക്കസ്ട്രയുടെ കുറച്ച് പേര്, അങ്ങനെയൊക്കെ. ഫസ്റ്റ് അടിച്ചത് ഞാൻ, സെക്കൻഡ് പ്രൈസും എനിക്കായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അങ്ങനെയല്ല. രണ്ട് ഐറ്റം ഞാൻ ഉണ്ടാക്കി. പക്ഷെ 2 ഐറ്റത്തിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി 2 ഐറ്റം. തേർഡ് ചേച്ചി ആയിപ്പോയി. തേർഡ് ചേച്ചി ഫിഷ് മോളി ഉണ്ടാക്കി. ഫിഷ് മോളി ആയി 3rd പ്രൈസ്. പക്ഷെ രസമാണ്. അത്യാവശ്യം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ നോൺ വെജ് അത്യാവശ്യം കുഴപ്പമില്ലാണ്. എൻ്റെ അമ്മ നല്ല കുക്കാണ്. അപ്പൊ അമ്മയുടെ കയ്യിൽ എല്ലാം കണ്ടു പഠിച്ച്. അമ്മ ഇവിടെ ഇരിപ്പില്ലേ? അപ്പം അത്യാവശ്യം ഏട്ടനും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ. ഓ, നൈസ്. അപ്പൊ പിന്നെ ഹാപ്പിലി മാരിഡ് ആൻഡ് റിങ്കു മൈറ്റ് ബി വെരി ഹാപ്പി. ഓ, ഐ എം എ ലക്കി മാൻ. എന്റെ വൈഫ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കുക്കിംഗ്. രസമാണ് അവിടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ് കറന്റ്ലി സിനിമകൾ? ഇപ്പം കുറച്ച് തമിഴ് ഞാൻ 2 ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ലിസ്റ്റൻ സ്റ്റീഫന്റെ ഒരു മൂവി തമിഴില് ചെയ്യുന്നുണ്ട്, പാമ്പ് സെട്ടായി. അപ്പൊ അതിന്റെ കുറച്ച് ബാലൻസ് തീർക്കാനുണ്ട്. പിന്നെ വേറൊരെണ്ണം സകുന്തളാവിൻ കാതലൻ എന്ന് പറഞ്ഞിട്ട്, അത് ഞാനാണ്, ഹീറോയിൻ ഓറിയന്റഡ് മൂവിയാണ്. അപ്പൊ അത് ഒത്തിരി ദിവസം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ കാതൽ വീഴുന്നതെന്ന് പറഞ്ഞ മൂവിയുടെ ഡയറക്ടറാണ്, പ്രസാദാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ കുറച്ച് ഞാൻ നേരത്തെ ചെയ്തു വെച്ച മൂവിയാണ്. അപ്പം പെട്ടെന്നായി പോയി കല്യാണവും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് പെട്ടെന്നായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത വർഷത്തേക്ക്
അല്ല, അറേഞ്ച് മാരേജ് ആണ്. നമ്മൾ അടുത്ത വർഷത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ച് പോയതാണ് പെണ്ണ് കാണാൻ വന്നപ്പോൾ. പക്ഷേ പെട്ടെന്ന് എല്ലാവരും കൂടെ, 2 വീട്ടുകാരും അമ്മമാരും രണ്ടുപേരും കൂടെ അവരിപ്പോൾ കല്യാണം കഴിക്കണം അങ്ങനെയല്ല. അവര് പപ്പ പപ്പയില്ല ഇപ്പം. പപ്പ മരിക്കുന്നതിന് മുന്നേ നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പപ്പയ്ക്ക്. പക്ഷെ അവർ പിന്നെയും മമ്മി ഇങ്ങനെ എപ്പോഴും വിളിക്കുമായിരുന്നു നമുക്ക് നടത്താം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എല്ലാം കൂടെ നമ്മൾ ഡിവൈനിലൊക്കെ പോയി, ഞാൻ ഭയങ്കര, എൻ്റെ ഫ്രണ്ട്സൊക്കെ അച്ഛന്മാരാണ്. അപ്പം ഞാൻ ഒരാഴ്ച പോയി ഡിവൈനിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പം അവരുടെ അച്ഛന്മാരും എല്ലാവരും പറഞ്ഞു ഇതാണ് നല്ല സമയമാണ്, നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്ക് കല്യാണം കഴിക്കണം, ഒത്തിരി നീട്ടി പോവാതെ. എനിക്കും അതിനോട് താല്പര്യമില്ല അങ്ങനെ ഒരുപാട് നീട്ടി കല്യാണം. 28 വയസ്സ് 29 വയസ്സിൽ അങ്ങനെ ഒന്നും കഴിക്കാൻ കറക്റ്റ് ഏജ് എന്തിനിപ്പോ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അയ്യോ യു ആർ സോ യങ്. പറയൂ. അപ്പോൾ എന്താണ് പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് 2-3 വർക്ക്സ്. പിന്നെ നമ്മൾ സ്ഥിരം ഇപ്പോൾ ഷോസ് ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോസ് ഇപ്പം വന്നാലും ഷോസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോ. ഓക്കെ. പാമ്പസട്ടയ്ക്കകത്ത് ഹീറോയിൻ കീർത്തിയുണ്ട്. കീർത്തിയും ഞാനുമാണ്. ഓക്കെ. ഞാന് ഒരു ഹാർഡ് കോർ ഫാനാണ് ബോബിയുടെ. പിന്നെ ജിഗർദണ്ഡ, എന്റെ ദൈവമേ, ജിഗർദണ്ഡ കണ്ടിട്ട് ഞാനിങ്ങനെ എന്റെ ദൈവമേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു. നല്ല ഭയങ്കര ടാലന്റഡ് ആണ് പുള്ളി. ഭയങ്കര നമ്മള് സാധാരണ എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടില്ല ഈ തമിഴ് ആക്ടേഴ്സൊക്കെ ഷോട്ടൊക്കെ കഴിഞ്ഞാൽ കാരവാനിൽ പോയിരിക്കുക, അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. പക്ഷെ ബോബി അങ്ങനെയല്ല, ഭയങ്കര. ഇപ്പം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര സംസാരം. എനിക്ക് കുറേ ദിവസം ഞാൻ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാമ്പസട്ടയ്ക്ക്. അപ്പം എനിക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം എന്നിട്ട് എനിക്ക് അദ്ദേഹം ബിരിയാണി, മട്ടൻ, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചാറ് വെച്ചിട്ട് അങ്ങനെ ആക്കി വീട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ടു തന്നു. അത്ര സ്വീറ്റ് ആണ്. വെരി സ്വീറ്റ്. ദാറ്റ് ഈസ് റിയൽ. എങ്ങനെയുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? കണ്ട് ഇങ്ങനെ പുള്ളിയുടെ ഓരോന്ന് കണ്ട് നിൽക്കാൻ ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് പോവും. പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പുള്ളി ഓരോന്ന് പറയുന്നതൊക്കെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് തീർക്കുകയും ചെയ്യും ഓരോരോ ഷോട്ട്സ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി 3-4 പടം ചെയ്യുന്നുണ്ടായിരുന്നു ഒരേ സമയത്ത്. ഞങ്ങളുടെ കഴിഞ്ഞ് ഉടനെ അടുത്ത സെറ്റിൽ പോകും, അവിടെ നിന്ന് അടുത്ത സെറ്റ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയണം ഉറങ്ങിയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ബ്രേക്ക് കിട്ടിയാൽ പുള്ളി വെറുതെ നിലത്തങ്ങ് കിടക്കുകയാണ് പാവിരിച്ചിട്ട്. അത്ര ഡൗൺ ടു എർത്ത് ആണ്, ഭയങ്കര സിമ്പിളാണ് പുള്ളി. അയ്യോ വെരി സ്വീറ്റ്, വെരി സ്വീറ്റ്. ഞാൻ എന്താ മുക്തയുടെ ഫേസ്ബുക്ക് പേജിനകത്ത് കണ്ടായിരുന്നു, എന്താ നാഷണൽ അവാർഡ് വിന്നർ, കൺഗ്രാറ്റുലേഷൻസ് ടു സിംഹ. എൻ്റെ ഫേസ്ബുക്ക് ഫുൾ അരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും പല പേരുകളാണല്ലോ. ഞാൻ ചോദിച്ചു മുക്ത ഭാനു, മുക്ത ജോർജ്, പിന്നെ വേറൊരു പേരും കൂടെ എൽസ. ശരിക്കുള്ള പേര് അത് മാമോദിസ പേരാണ്. ഞങ്ങൾ എൽസ എന്ന് പറഞ്ഞു. മുക്ത എൽസ ജോർജ് എന്നാണ് പേര്. ഭാനു എന്ന് അവിടെ ഞാൻ അങ്ങനെ മാറ്റിയതൊന്നുമല്ല പേര്. താമരഭരണി എന്ന് പറയുന്ന ആ സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് ഭാനു എന്നാണ്. അപ്പൊ എല്ലാവർക്കും മുക്ത വരുന്നില്ല ആ സമയത്ത്. തമിഴ്നാട്ട് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് മുക്ത എന്ന് ആർക്കും വരുന്നില്ല. അപ്പൊ എല്ലാവരും ഭാനു ഷോർട്ട് റെഡി, ഭാനു സപ്റ്റാച്ച, ഭാനു തുങ്കിയാച്ച, അങ്ങനെ വിളിച്ച് ഞാൻ ഭാനു ആയതാണ്. മുക്ത ഭാനുവായി. അല്ല ഇപ്പോഴും മുക്ത ആർക്കും അറിയില്ല അവിടെ. താമരഭരണി ഭാനു എന്നാണ് എല്ലാവരും. ഞാൻ വിചാരിച്ചു എൽസ എന്നുള്ള ശരിക്കുള്ള പേരും മുക്ത എന്നുള്ള പിന്നെ സിനിമയിൽ കയറി മുക്ത ആണ്. എൻ്റെ ഒറിജിനൽ പേര് മുക്ത ആണ്. നമുക്ക് മാമോദി, ഞാൻ ക്രിസ്ത്യൻ ആണ്. അപ്പം പള്ളിയിലെ പേരാണ് എൽസ ജോർജ് എന്ന്. ഓക്കെ. അപ്പം നമ്മുടെ മുക്തയെ ഞാൻ ശരിക്കും വിചാരിച്ചു, നമ്മളിങ്ങനെ യൂഷ്വലി ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ എൽസ ജോർജ്, മുക്ത എന്നുള്ള പേര് ലാൽ ജോസർ ആയിരിക്കണം ഇട്ടത്. യൂഷ്വലി ഈ സംവിധായകൻ, ആദ്യത്തെ സിനിമയുടെ സംവിധായകനാണ് മിക്കവാറും എല്ലാ നടിമാർക്കും പേരിടുന്നത്. ഞാൻ വിചാരിച്ചു പേരിടൽ കർമ്മം ലാൽ ജോസർ ആയിരിക്കുമെന്ന്. പക്ഷേ അതിലും വലിയൊരു കർമ്മമല്ലേ അദ്ദേഹം ചെയ്തത്. എത്ര എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ നടികളെയും, എല്ലാ ചേച്ചിയുടെയും ഇൻട്രൊഡക്ഷൻ അത് ഭയങ്കര ഒരു, ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇപ്പോഴും ഭയങ്കര ഒരു അതിശയമാണ്. റിമി ചേച്ചിനെ കൊണ്ടുവന്നതും ലാൽ സാറ്, എന്നെ കൊണ്ടുവന്നതും ലാൽ സാറ്, ഒത്തിരി പേര് ഒരുപാട് പേര്. അത് കഴിഞ്ഞിട്ട് ലാൽ സാറിന്റെ ഇമ്മാനുവൽ ചെയ്തു. ഇമ്മാനുവൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുണ്ടായിരുന്നു. അയ്യോ അതൊരു പ്രിയാമണിയുടെ ഒക്കെ തിരക്കഥയിലെ ആ ഒരു ഫീലായി. അതൊരു
പക്ഷെ നല്ല അതിനകത്ത് ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിലാകെ ഭംഗി ഒരു സീനേ ഉള്ളൂ ഫുൾ ഹെയർ ആയിട്ട് വരുന്നത്, ഒരു ഷോട്ട്. ആകെ 3 സീനേ ഉള്ളൂ അതിനകത്ത്. സാറ് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുക്തെ 3 സീനേ ഉള്ളൂ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ നീ അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒരു കുറേ സിനിമയിൽ ചെയ്തിട്ട് ഒന്നുമില്ലാണ്ട് ആരും ഓർക്കാതെ പോകുന്നതിലും നല്ലതാണ് ഒരു നല്ല പടത്തിൽ ഒരു 2 സീനാണെങ്കിലും. ശരിയാണ്. ആക്ച്വലി മുക്ത മേ ബി വൺ ഓഫ് ദി ലക്കിയസ്റ്റ് എന്ന് പറയാം. കാരണം ഫസ്റ്റ് ഫിലിമിൽ ഇത്രയും ഹെവി ഒരു ക്യാരക്ടർ, ഇത്രയും ബ്രില്യൻ്റ് ഒരു ക്യാരക്ടർ ലാൽ ജോസ് സാറിൻ്റെ ഫിലിമിൽ, ദാറ്റ് ഈസ് അത് അങ്ങനെ ഒത്തിരി പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അതും ജസ്റ്റ് 8th പഠിക്കുമ്പോഴല്ലേ, അത്രയും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ടെൻഷനായില്ല ഇത്രയും ഒരു. കാരണം ഞാൻ സീരിയൽസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം 6, 7, 8 ഞാൻ സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. 8th ഹാഫ് ആയപ്പോഴാണ് അച്ഛനുറങ്ങാത്ത വീട്ടിൽ ഇങ്ങനെ കുട്ടികൾ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കിട്ടിയത്. അപ്പം ഈ സീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഫിലിം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ കൂടുന്നു, അഭിനയമൊക്കെ എല്ലായിടത്തും സെയിം തന്നെയാണ്. പക്ഷേ വന്ന ആ ഒരു ഫസ്റ്റ് ഡേ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ആവാനും. നമുക്ക് സീരിയലിന് പ്രോംപ്റ്റിംഗ് ഉണ്ട്, ഫിലിമിന് എൻ്റെ മൈൻഡിൽ അത് ഇല്ലായിരുന്നു. അവിടെയും പ്രോംപ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ സിനിമയിൽ പ്രോംപ്റ്റിംഗ് ഉണ്ട്, പക്ഷെ ലാൽ സാറിനെ പ്രോംപ്റ്റ് ചെയ്ത് ചെയ്യുന്നത് ഇഷ്ടമല്ല. പഠിച്ചു പറയുന്നത് എപ്പോഴും അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആ പ്രോംപ്റ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു രീതിയിലേക്ക് ആയിപ്പോവും, അവരുടെ ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുന്നതും ഒക്കെ. അപ്പം ഫസ്റ്റ് ഡേ എനിക്ക് ഷീറ്റൊക്കെ ഒരു വലിയ എന്നെ സ്കൂളിൽ വിടുന്ന സമൃദ്ധ ചേച്ചി ആദ്യമായിട്ട് ഷോട്ട് എടുക്കുന്നു. അപ്പം ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞു ഡയലോഗൊക്കെ പഠിച്ചു വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പ്രോംപ്റ്റിംഗ് ആണല്ലോ, കുഴപ്പമില്ല, എന്തിനാണ് നമ്മൾ നേരത്തെ സീരിയലിൽ വായിച്ചു നോക്കുന്ന പോലെ അങ്ങ് വായിച്ചു നോക്കിയിട്ടിരുന്നു. ആ സമയമായപ്പോൾ ഒരു സാധനം ചെയ്യാൻ പറ്റണില്ല, പ്രോംപ്റ്റിങ്ങും ഇല്ല, പെട്ടെന്നൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ക്യാമറാമാൻ ലൈറ്റ് ആ സ്പോട്ടിൽ വരുമ്പോൾ ലൈറ്റ് ക്യാച്ച് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും ലാൽ സാർ 2-3 ബുക്ക് കയ്യിലെടുക്കണം, ബാഗ് ആ സമയം ആകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കണം, സമൃദ്ധ ചേച്ചി മുടി പിന്നെ തരുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് വലിക്കണം, പിന്നെ അടിക്കണം, എന്തൊക്കെയോ സാറ് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഷോട്ട് ലാസ്റ്റ് തരുണി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട മുക്തയെന്ന് ആ ഒരു ദിവസം. ബാക്കി പിന്നെ 2ാമത്തെ ദിവസം തൊട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അല്ല ആക്ച്വലി മുക്തയോട് ദേഷ്യപ്പെടാനും നമുക്ക് പറയാം. അല്ല ദേഷ്യപ്പെട്ടാലും മുത്തേ എന്ന് വിളിക്കുന്ന പോലത്തെ ഒരു ഫീല്. എന്നെ വീട്ടിൽ മുത്തേന്നാ വിളിക്കുന്ന എല്ലാവരും. അങ്ങനെയാണോ മുക്ത ഉണ്ടായത്? അങ്ങനെ ഇട്ട പേരാണോ മുക്ത? മുത്തേന്ന് വിചാരിച്ചല്ല. വീട്ടിലെല്ലാവരും മുത്തേന്നൊക്കെയാ വിളിക്കുന്നത്, മുത്താന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ് കണ്ടത്? അത് കഴിഞ്ഞിട്ട് നസ്രാണി. അപ്പൊ വലിയ സ്റ്റാർസിന്റെ കൂടെ എല്ലാം അഭിനയിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഭയങ്കര ലക്കിനെയാണ്. കാരണം ഈ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്നത് നമുക്ക് ലാൽ സാറിനൂടെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കിട്ടി. അതുപോലെ തന്നെ തമിഴില് ഹരി സാർ എന്ന് പറയുന്ന ഇത്രയും ടോപ്പ് ഡയറക്ടറിന്റെ കൂടെ നമുക്ക് ഫസ്റ്റ് മൂവി കിട്ടുക, വിശാലിന്റെ കൂടെ ചെയ്യാൻ പറ്റുക, അതൊക്കെ ഫസ്റ്റ് നമുക്ക് ആ ഒരു എനിക്ക് എല്ലായിടത്തും ഒരു ഇൻട്രൊഡക്ഷൻ ഭയങ്കര ഒരു ഹൈ ലെവലിൽ തന്നെ കിട്ടിയത്. പിന്നെ തിരിച്ച് ഞാൻ താമരഭരണി കഴിഞ്ഞപ്പം ഗോളാ ചെയ്തത് കമൽ സാറിൻ്റെ കൂടെ. അത് ഭയങ്കര സന്തോഷമായിരുന്നു ചെയ്തപ്പോൾ, കാരണം ലാൽ സാറിൻ്റെ ഗുരുവാണ്. അപ്പം നല്ലൊരു മൂവിയുടെ പാട്ടാവാൻ പറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. നല്ല സോങ്സ് ഉണ്ടായിരുന്നു, ഒരു ഓമിരിയ എന്ന് പറയുന്ന നല്ല സോങ് കിട്ടിയായിരുന്നു എനിക്കതിൽ. പിന്നെ അത് കഴിഞ്ഞ് ഉടനെയാണ് ജോഷി സാർ വിളിക്കുന്നത് നസ്രാണിക്ക് മമ്മൂക്കയുടെ കൂടെ. അത് അത്രയും നല്ലൊരു ക്യാരക്ടർ, ആനി എന്ന് പറയുന്ന ക്യാരക്ടർ നസ്രാണി കണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ. വിശാലിനെ ഞാൻ ഇടയ്ക്കൊന്ന് ഇന്റർവ്യൂ ചെയ്തായിരുന്നു. വിശാൽ ഭയങ്കര എനർജറ്റിക്. എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ചാണ്, പക്ഷെ വെരി ഫൺ ലവിങ്, ഭയങ്കര ആകെ മൊത്തം സെറ്റ് മുഴുവൻ തകർത്ത് വാരി ഇന്റർവ്യൂ ചെയ്തത്. പുള്ളി എല്ലാവരുമായിട്ട് കമ്പനി ആവുന്ന ഒരു ക്യാരക്ടറാണ് വിശാൽ. അങ്ങനെ എനിക്ക് എല്ലാത്തിലും സ്റ്റൂളായിരുന്നു ആ സമയം. ഞാൻ 5'3" ഉള്ളൂ ആ സമയത്ത്. എല്ലാ സീനിലും എല്ലാ ക്ലോസ് ഷോട്ടിലും എനിക്ക് ഒരു സ്റ്റൂൾ ഉണ്ടാവും. സ്റ്റൂളിന്റെ മേളിൽ കയറി നിന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ. അത് ചില ലോങ് ഷോട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ രസമായിരുന്നു, ഭയങ്കര പാവാണ്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒത്തിരി. മമ്മൂക്കയുടെ ഒക്കെ ഹെൽപ്പ് എങ്ങനെയായിരുന്നു?
അതോ അത്രയും എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എല്ലാ കാര്യങ്ങളും. അത്യാവശ്യം എനിക്ക് ജോഷി സാറ് നന്നായിട്ട് പറഞ്ഞു തരും, ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തരും. മമ്മൂക്കൊക്കെ ആണെങ്കിലും എനിക്ക് പിന്നെ നസ്രാണിയിൽ അങ്ങനെ ഒത്തിരി ഡയലോഗ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും, എല്ലാം ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സീൻസാണ് കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു നന്നായിട്ട് അത്യാവശ്യം. ഈവൻ ഇപ്പൊ ലാസ്റ്റ് കണ്ട യൂട്യൂബ് റൂട്ടേഴ്സിനകത്ത് ഒത്തിരി ഡയലോഗ് ഒന്നും ഇല്ല. ഡയലോഗേ ഇല്ല, ഡയലോഗ് ഇല്ല. അത് ഈ പറഞ്ഞ ഡാൻസ് രൂപേഷ് എന്നെ വിളിച്ചപ്പോ ആദ്യമേ പറഞ്ഞു, മുക്തേ ഈ ഫിലിമിൽ മുക്തയ്ക്ക് ഡയലോഗ് ഇല്ല, പക്ഷെ ഒരു ഡാൻസ് ടീച്ചറാണ്. അപ്പൊ മുക്തയ്ക്ക് ഡാൻസ് നന്നായിട്ട്, അപ്പം എനിക്ക് തോന്നി ഇനി ഡാൻസ് ടീച്ചറായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നൊരു ഡാൻസ് ടീച്ചർ ആക്കണമെന്ന്. അത് തീർന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. യൂട്യൂബ് റൂട്ടേഴ്സ് അങ്ങനെയാണ് ചെയ്തത്. രൂപേഷ് എൻ്റെ ഫ്രണ്ടാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ അതിനകത്ത് മുക്തെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. താങ്ക് യു. സംസാരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് സന്തോഷമായോ? പിന്നെ ഡാൻസ് ടീച്ചറായി ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. ഡാൻസ് ടീച്ചറിനോട് പക്ഷേ എന്ത് ഡാൻസ് ആണെന്ന് ഞാൻ ചോദിച്ചില്ല. ക്ലാസിക്കൽ ഡാൻസർ ആണ് എന്നറിയാം. സോ എല്ലാം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ചെയ്യായിരുന്നു, കലാതിലകമായിരുന്നു. പക്ഷെ ഇപ്പം സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഒന്നും അങ്ങനെ എൻ്റെ അടുത്ത് ആ കറുപ്പാന കയ്യാലെ അങ്ങ് വന്നു കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും ഈ ഡപ്പാൻ മതി. ഞാൻ ഡപ്പാൻ കയ്യാലെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും അത് കേട്ടാ ഡാൻസ് കളിക്കും. അങ്ങനത്തെ ടൈപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും ഞാൻ ഫോക്ക് ഡപ്പാൻ അത് നമുക്ക് കൂടുതൽ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് അറിയാൻ വയ്യാത്തവർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഇത് ഒരു താളത്തിൽ നമ്മൾ പോകും. ക്ലാസിക്കൽ ഡാൻസ് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ അമ്പലങ്ങളിലൊക്കെ നമുക്ക് ക്ലാസിക്കൽ ഷോസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഭരതനാട്യം നമ്മള് എല്ലാം ഫ്യൂഷൻ ചെയ്യും. ഫ്യൂഷൻ, രംഗപൂജ അങ്ങനെയാണ് നമ്മൾ ചെയ്യണം. എന്താണ് രംഗപൂജ? ഫ്യൂഷൻ ആയിട്ട് ഫുൾ ക്ലാസിക്കലായിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ രംഗപൂജ. അപ്പം സ്കൂളിൽ വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു കലാപരിപാടികൾ? ഭരതനാട്യം ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഇത് 4 ഡാൻസ്. പിന്നെ മോണോ ആക്ടും ഫാൻസി ഡ്രസ്സുമാണ് ചെയ്തത്. ഉറുദു പദ്യഞ്ചോലല്ല, അതൊക്കെ ഞാൻ മറന്നേ പോയി. പക്ഷെ ഞാൻ അതും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ ആരും ചെയ്യില്ലാത്ത സാധനം വേണം നോക്കി ചെയ്യാനായിട്ട്. ആ പരിപാടി ഞാനും ചെയ്യാറുണ്ടായിരുന്നു. ഉറുദു പദ്യം ഓർക്കുന്നില്ല? ഇല്ല, ഒന്നും ഓർക്കുന്നില്ല. സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒന്നും ഓർക്കില്ല. ആ സമയത്ത് ഞാൻ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ് അമ്മയ്ക്ക്. അമ്മയുടെ മോളാണല്ലോ ഞാൻ. അമ്മ ഡാൻസ് ഒക്കെ കളിക്കോ? അമ്മ പണ്ട് ഡാൻസ് കളിക്കായിരുന്നു, സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ്. അപ്പം നമ്മളെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആരെയും കാണിക്കൊന്നുമില്ല. നമ്മൾ ആ സ്റ്റേജിൽ കയറുന്ന സമയത്താണ് ഡ്രസ്സ് പോലെ നമ്മളിങ്ങനെ മൂടി പൊതിച്ചിട്ടൊക്കെയാ പോലെ. ശരിയാ, യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് അങ്ങനെയാണല്ലോ. എന്താണ് ഇടുന്നത്? അവരുടെ ഏത് ജ്വല്ലറിയാണ്. ഒരേ മാഷായിരിക്കും എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് ചെയ്യുന്ന മാഷന്മാരായിരിക്കും. അപ്പം എന്തായിരുന്നു ഫാൻസി ഡ്രസ്? ഫാൻസി ഡ്രസ് ഡ്രാക്കുള ആയിട്ടാണ് ചെയ്തത്. അപ്പൊ പുറകിന്ന് അത് ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മേക്കപ്പ് ഇട്ടിട്ട് പാതിരാത്രി 2 മണി ഒക്കെ ആയിരിക്കും. അപ്പം ഈ ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ ഫുള്ളി മാവും മുഖത്തും കയ്യിലും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ട് നമുക്ക് ഞാൻ എപ്പോഴും ഓർക്കണം, അമ്മ എനിക്ക് സ്ട്രോ ഇട്ടിട്ട് ജ്യൂസ് മാത്രമേ തന്നുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ. ഒന്നും കഴിക്കാൻ പറ്റില്ല, ഫുള്ള് മാവ് ഇങ്ങനെ ഒട്ടിച്ച് മാവൊന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ട് ഇങ്ങനെ ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ബ്ലഡ് ഇങ്ങനെ തുപ്പും, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒച്ചയെടുത്തിട്ട്. ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. പക്ഷെ നമ്മളെന്നാലും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ അതിനുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അത് ശരിയാ. നീ അപ്പീലിനൊക്കെ പോവായിരുന്നോ? പിന്നെ പോയിട്ടില്ല ആ സമയത്ത്. പിന്നെ എല്ലാവരും ആ സമയത്ത് പിന്നെ എസ്പെഷ്യലി ഇത്തിരി ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉള്ള പേരൻസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അപ്പീലിന് പോകും. അല്ല, അപ്പൊ ഇത്രയും ഐറ്റം മാത്രം മതിയായിരുന്നോ കലാതിലകത്തിന്? പാട്ട് അങ്ങനത്തെ ഇല്ല? അങ്ങനെയില്ല. 3 ഐറ്റം ഡാൻസിൽ 2 ഐറ്റം വേറെ എക്സ്ട്രാ പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങോട്ട്. ഓക്കെ. പാട്ടില്ല. ഞാൻ പാട്ട് ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അല്ല, എന്നാലും എനിക്ക് ഡാൻസിനോടാണ് താല്പര്യം. അപ്പൊ അതാണ് പറഞ്ഞത്. ഉറുദു പദ്യം ചൊല്ല ഞാൻ ചൊല്ലിയിട്ടുണ്ട്. പിന്നെ നമ്മള് മലയാളം പദ്യം ചൊല്ലലൊക്കെ ചൊല്ലിയിട്ടുണ്ട് ആ സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ. പക്ഷെ മലയാളത്തിന് കയറിയത് കിട്ടത്തില്ല. മലയാളം ഉറപ്പാണ് കിട്ടത്തില്ല. ഒത്തിരി പിള്ളേരുണ്ട് നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. മോണാക്ട് ആ സമയത്ത് പേപ്പറിലൊക്കെ ഒരുപാട് എനിക്ക് അവർ ഭയങ്കര ബൂസ്റ്റപ്പ് തന്നൊരു ഇതായിരുന്നു ഞാൻ ചെയ്തത്. ഒരു ഫസ്റ്റ് ഈ കലാതിലകം കിട്ടിയതിന് ഞാൻ ചെയ്തത് ഒരു കടക്കെണി വന്നിട്ട് ഇങ്ങനെ ഈ
വൈഫ് ഒരുപാട് സാധനങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിന് എടുത്തിട്ട് വാങ്ങിപ്പിച്ചിട്ട് അതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പം തൂങ്ങി മരിക്കുകയാണ് ഹസ്ബൻഡ്. അങ്ങനെ ഒരു ഇതാണ് ഞാൻ ചെയ്തത്. അത് അന്നത്തെ പേപ്പറിലൊക്കെ ഒരുപാട് എനിക്ക് ഞാൻ ഇപ്പോഴും അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കട്ടിങ്സ് ഒക്കെ. രണ്ടാമത് ഞാൻ ചെയ്തത് നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒരു ടീച്ചറിൻ്റെ ഒരു കുട്ടി ബക്കറ്റിൽ വീണ് മരിച്ചായിരുന്നു. ആ സമയത്ത് വലിയൊരു ന്യൂസ് ആയിരുന്നു അത്. അത് ചെയ്തതായിരുന്നു എനിക്ക് പിന്നെ കിട്ടിയത്. അത് ഭയങ്കര, ഞാൻ എന്നിട്ട് ആ ടീച്ചറിനെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഫീലാണ്. അത് നമ്മളത് വായിച്ച് അത് തന്നെ നമ്മൾ നൗഷാദ് എന്ന് പറഞ്ഞൊരു മാഷാണ്, ഇരിങ്ങാലക്കുടയിലുള്ളൊരു മാഷാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ മോണോ ആക്ട് ഒക്കെ കണ്ടിട്ടാണോ സീരിയലിലേക്ക് വിളിച്ചത്, അതോ സീരിയലിൽ ഓഡിഷൻ? എന്നെ സീരിയലിൽ സെലക്ട് ചെയ്തത് എൻ്റെ ഒരു നാടോടി നൃത്തം കണ്ടിട്ടാണ്. സീരിയലിൽ നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റേ ഉള്ളൂ. ഈ 5 മിനിറ്റിലുള്ള ഭാവങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ക്ലാസിക്കൽ ഡാൻസിനും ഉണ്ട്, പക്ഷെ ഓവർ ആക്ടിങ് ആണ് നാടോടി നൃത്തത്തിൽ. അപ്പം അത് ഞാൻ അന്ന് ചെയ്തത് ഭയങ്കര ഇങ്ങനെ തെറിച്ച് നടക്കണ ഒരു കുട്ടിയുടെ ഒരു ഇതാണ് ഞാൻ അന്ന് കളിച്ചത്. സാറിന്റെ ആ ഡയറക്ഷന്റെ ഫ്രണ്ടിൽ ഞാൻ അന്ന് കളിച്ചത്. അപ്പം ആ ക്യാരക്ടറും അങ്ങനത്തെ തന്നെയായിരുന്നു, സീരിയലിലെ ക്യാരക്ടർ. അപ്പം അമ്പലത്തിൽ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞ അല്ല ഞാൻ കുന്നോട്ടി പറിക്കാൻ പോവാ, അങ്ങനെ പറയുന്ന ഓപ്പോസിറ്റ് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം അത് കണ്ടിട്ടാണ് സീരിയലിലേക്ക് വന്നത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് സീരിയൽ എന്താ വേണ്ടെന്ന് വെച്ചേ? ഇപ്പൊ സീരിയൽ അത് കഴിഞ്ഞ് പിന്നെ ചെയ്ത ഒരു സീരിയൽ ഞാൻ ചെയ്തിട്ടില്ല. ഒരു സീരിയലോ ഇല്ല. ആയില്യം കാവ് എന്ന് പറഞ്ഞിട്ട് സൂര്യയിൽ ഒരു സീരിയൽ ചെയ്തു. പവിത്രബന്ധം എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്തു. സ്വരം എന്ന് പറഞ്ഞിട്ട് അമൃതയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അച്ഛനുറങ്ങാത്ത വീട്ടിലിങ്ങനെ ഞാനിങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് സാറ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സിനിമയായിരുന്നു ആദ്യം മുതൽ ഇൻട്രസ്റ്റ്? TV-യിൽ എൻ്റെ മുഖം വരണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഇങ്ങനെ എന്താ പറയാ, ആനന്ദ് പയ്യന്നൂർ എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുളിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അദ്ദേഹമാണ് എൻ്റെ ഫോട്ടോ ഇങ്ങനെ ലാൽ സാറിന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ അദ്ദേഹം വഴിയാണ് ഞാൻ ഫിലിമിലേക്ക് വരുന്നത്. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ഉത്തരവായി പോയി കേട്ടോ. ഞാൻ സിനിമയായിരുന്നു ആഗ്രഹം. പലരും പറയും ആ സിനിമയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. TV-യിൽ എൻ്റെ മുഖം വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ഇന്നേ വരെ ഞാൻ ഇൻ്റർവ്യൂസിൽ ചോദിച്ചിട്ടുള്ളതിൽ കിട്ടിയിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്തരങ്ങളാണ്. അപ്പം എപ്പോഴും ഈ ഒരു അല്ല, നമുക്ക് ഞാൻ ഭയങ്കര ഫാനായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ വീടിൻ്റെ പുറകിലുള്ള കുട്ടികൾ കുറച്ചൊരു 3-4 പേരുണ്ടായിരുന്നു. എല്ലാവരും ഈ സിനിമ ചെയ്തിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ അഭിനയിക്കുമായിരുന്നു. അത് ദോസ്ത്, മഴവില്ല്, ഡാർലിംഗ് ഇതിന്റെയൊക്കെ റീമേക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്യുമായിരുന്നു, എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് ഞങ്ങൾ ചെയ്യായിരുന്നു. അപ്പം തൊട്ട് എനിക്കറിയാം അങ്ങനെ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് സ്കൂൾ തൊട്ടേ എനിക്കറിയാം. പിന്നെ ചേച്ചി ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നാടകത്തിലൊന്നും ട്രൈ ചെയ്തില്ലേ? സ്കൂളിലൊക്കെ ചെയ്യായിരുന്നു. സ്കൂളിലൊക്കെ മാതാവ് ആയിട്ട് മാലാഖയായിട്ടൊക്കെ നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൂടുതലും സിസ്റ്റേഴ്സ് കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സിസ്റ്റേഴ്സിന് എപ്പോഴും ഞാൻ ഡാൻസ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ നേരത്തെ മമ്മൂക്കയുടെ കാര്യമൊക്കെ പറഞ്ഞു, നസ്രാണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ? മമ്മൂക്കയുടെ കൂടെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും ഞാൻ പറയാൻ വരുന്നത്? മമ്മൂക്കയുടെ കൂടെ ഹെലികോപ്റ്റർ കയറി. മമ്മൂക്കയുടെ കൂടെ ഹെലികോപ്റ്റർ കയറിയത് അത് രസമായിരുന്നു. അത് വാഗമണിലായിരുന്നു അത് ചെയ്തത്, അതിന് ഷൂട്ട് ചെയ്തത്. പക്ഷെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു പേടിയാവട്ടോ മേളിലേക്ക് ചെന്നിട്ട് താഴേക്ക്. ആ സമയത്ത് 9th പഠിക്കായിരുന്നു, 9th ലാസ്റ്റ് ആയപ്പോഴാണ് അത് ചെയ്തത്. പേടിയാവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതിൻ്റെ അകത്തൊരു സീൻ ഉണ്ട്, എന്നെ മുക്കി കൊല്ലുന്ന ഒരു സീൻ. ആ സീൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു ഞാൻ ഒരാഴ്ച. എൻ്റെ നടു എനിക്ക് ശരിക്കും മുക്കിയോ? അല്ല ശരിക്കും അല്ല, ഹോസ്പിറ്റലാകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് ആ സീനിൽ ഹോസ്പിറ്റലിലാണ്. പക്ഷെ ഒറിജിനലായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആ ഒരാഴ്ച. കാരണം ഞാൻ ആ മുക്കി കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരെയൊക്കെ ഇടിച്ചു മാറ്റിയ ഇനി കണ്ടാൽ ചിലപ്പം അത് മനസ്സിലാവും. ഇടിച്ചു മാറ്റി ഞാൻ നിലത്ത് വന്ന് വീഴുക. അപ്പൊ ആ വീടിന്റെ ചേച്ചിമാരെന്നെ ആ വീടിന്റെ സമയത്ത് പിടിച്ചില്ല, ഞാൻ ടപ്പക്കോന്ന് പറഞ്ഞ താഴെ കിടന്നു. അപ്പൊ നടു ഇങ്ങനെ ഇടിച്ചിട്ടാ വീണത്. പിന്നെ എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചോദിച്ചു. സാർ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എണീക്കാൻ പറ്റില്ല, കരച്ചിൽ വന്നിട്ട്
ആ മുക്കിക്കൊല്ലുന്ന തന്നെ അമ്മ സൈഡിലിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കണ്ടിട്ട്. ജോഷി സാറിന്റെ അടുത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ചെയ്യണ്ട, ഡ്യൂപ്പ് ഇട്ടിട്ട് ചെയ്യാം, അതൊക്കെ മുക്കിക്കൊല്ലുമ്പോൾ ആരെങ്കിലും മുഖം കാണുന്നുണ്ടോ? ഇല്ല, പുറത്തേക്ക് എടുക്കുമ്പോഴേ മുഖം കാണുള്ളൂ. പക്ഷെ എനിക്കത് ഞാൻ ചെയ്താലേ അത് ഭംഗിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടാത്ത കാര്യങ്ങൾ കുറേ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാനിപ്പോൾ മാന്ത്രികൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രേതപ്പടം ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് പ്രേതമായിട്ട് ഞാനാ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫുൾ കത്തിക്കരിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് എൻ്റെ. പ്രേതം ഡ്രാക്കുളയൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലേ. അപ്പം അതിലും ഡ്യൂപ്പിട്ടാൽ മതി, ഒരാവശ്യമില്ല ഞാൻ ചെയ്യേണ്ടത്. മുഖത്ത് ഫുള്ള് ഈ സാധനം ഒട്ടിച്ച് വെച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട, നമുക്ക് ഡ്യൂപ്പിട്ടാൽ മതി. അപ്പോൾ ജയറാമേട്ടനൊക്കെ പറഞ്ഞു ഡ്യൂപ്പിട്ടാൽ മതി, കുഴപ്പമില്ല, പക്ഷെ മുഖത്തേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോ, നീ നിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അത് നിന്റെ സ്റ്റൈലിൽ വരുമ്പോൾ അത് വേറൊരു ഭംഗിയായിരിക്കും. ഡ്യൂപ്പ് ഇട്ട് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും തീർത്ത് പോകണം എന്നുള്ള ഒരു താല്പര്യമല്ലേ അവർക്ക് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ഞാൻ 6 ദിവസം ഞാൻ മേക്കപ്പ് ഇട്ടു. അത് ഫുള്ള്, അത് രാത്രിയാണെന്ന് ആലോചിക്കണം. എല്ലാവരും ഷൂട്ടിങ് കഴിഞ്ഞ് റൂമിൽ വരുമ്പോഴായിരിക്കും എനിക്ക് ഷൂട്ട് തുടങ്ങണം. 6 to 6 എൻ്റെ വർക്ക്. അപ്പോൾ അത് ഫുള്ള് മാസ്ക് ഇട്ട് ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ വരെ. എന്നിട്ട് അത് പറിച്ച് കളയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെയിൻ. ഹെയർ ഫുള്ളിങ് പോരും പറിക്കുമ്പോൾ. എന്നിട്ട് അത് കഴിഞ്ഞൊരു 1 month ഒക്കെ എനിക്ക് ഭയങ്കര ഫേസിൽ കുറേ പ്രോബ്ലംസ് ആയിരുന്നു, പിമ്പിൾസ്, അത് ഇതൊക്കെ. അതിനൊന്നും ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു നമുക്കത് ചെയ്യാൻ സാരമില്ല. അതല്ല ആ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക, അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക, നമ്മൾ തന്നെ ചെയ്തു നമുക്കൊരു സന്തോഷം. അതിലൊരു ഷോട്ട് ഉണ്ട്, ഞാൻ ഒരു പനയുടെ മുകളിൽ നിന്ന് അടുത്ത പനയുടെ മുകളിലേക്ക് ചാടുന്നു. ഞാനാ ചെയ്തത്. അതാണ് ഭയങ്കര ഒരു സംഭവിച്ചു. അത് അവര് ഈ ബെൽറ്റ് ഒക്കെ ഇട്ട് നമുക്ക് അവര് സേഫ് ആയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുള്ളൂ. പക്ഷെ അതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ സാരമില്ല, ഭാവിയിൽ പറയാലോ ഞാൻ പനിയുടെ മുകളിൽ നിന്നും പനിയുടെ മുകളിലേക്ക് ചാടിയിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഹെലികോപ്റ്ററിൽ ആ സമയത്ത് സിനിമ ഇറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഹെലികോപ്റ്ററിൽ കയറാൻ പറ്റിയില്ലേ മമ്മൂക്കയുടെ കൂടെ. ഹെലികോപ്റ്ററിൽ ഫസ്റ്റ് അപ്പൊ കയറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാടി കയറി ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കയറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടമായിരുന്നു, എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കറക്കിയിട്ടൊക്കെ താഴെ കൊണ്ടൊന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചു. എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നു. ആ സമയത്ത് പറ്റായിരുന്നെങ്കിൽ ഒരു സെൽഫി എടുക്കായിരുന്നല്ലേ? ആ സമയത്ത് സെൽഫി ഇല്ല, ആ സമയത്ത് ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ. ഓക്കെ. അപ്പോ ഇനി ഞാൻ മുക്തിക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തരാൻ പോവാണ്. ചിലപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഹെലികോപ്റ്ററിൽ കയറിയത്, പനയിൽ നിന്നിലേക്ക് ചാടിയതും ഒക്കെ വളരെ ചെറിയൊരു കാര്യമായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് അല്ല, മുക്ത നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ? ഇല്ല, GK ഒക്കെയാണ് ചോദിക്കുന്നത്. വേണ്ട, ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് പ്രൊഡ്യൂസറിന് ഇട്ട് നമുക്ക് കൊടുക്കാം. അയ്യോ, സാരമില്ല, ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. GK എന്ന് പറഞ്ഞാലും മുക്തയുടെ സിനിമയും മുക്തയുടെ ലൈഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് മാത്രമേ നമ്മൾ GK ചോദിക്കത്തുള്ളൂ. കുഴപ്പമില്ല. ഇതിന്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കോർ ഉണ്ട്, 50-ലായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. വളരെ ഈസി ആയിട്ട് 50 മാർക്ക് മേടിക്കാവുന്നതാണ്. എളുപ്പമുള്ളത് ചോദിക്കണം, വളരെ ഈസി ആയിട്ടുള്ളത് ചോദിക്കത്തുള്ളൂ. റെഡിയല്ലേ? പേടിയുണ്ടോ? നോക്കാം. പനയെന്ന് ചാടിയ ആൾക്കാണോ പേടി? ഇതൊന്നും പേടിക്കേണ്ട കാര്യമല്ല. പക്ഷെ ഇത് കഴിയുമ്പോഴത്തേക്ക് ആ മാർക്ക് അങ്ങോട്ട് കൈ കിട്ടുമ്പോഴത്തേ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന്റെ ഒക്കെ പെറ്റായിരുന്നോ? അതെ, ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാസത്തിൽ 15 ദിവസം നമ്മൾ അവർക്ക് കൊടുക്കണം സീരിയലിൻ്റെ ആൾക്കാർ. അപ്പോൾ ബാക്കി ഒരു 1 വീക്കൊക്കെ നമുക്ക് ക്ലാസ്സിൽ കയറാൻ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് ടീച്ചേഴ്സിന് നല്ല സ്നേഹമായിരുന്നായിരിക്കും. പിന്നെ പിള്ളേർക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. അവരാണ് നോട്ട് ഫുൾ എഴുതി തരുന്നത് എനിക്ക്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, ആവറേജ് സ്റ്റുഡൻറ്റ്, അത്രേ ഉള്ളൂ. ഭയങ്കര ഓക്കെ. നോക്കട്ടെ, നല്ല സ്റ്റുഡൻ്റ് ആണോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ എന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുക്തയുടെ ആദ്യത്തെ ചോദ്യം, നസ്രാണി സിനിമയിലെ ചേട്ടനായ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്ത്? വെരി സിമ്പിൾ. നസ്രാണിയിലോ? ക്ലൂ തരാമോ? നസ്രാണിയില് അഭിനയിച്ച മുക്ത തന്നെ. നസ്രാണിയിലെ എന്റെ ക്യാരക്ടറിന്റെ പേര് ആനി എന്നാണ്. അത് മതിയോ? എന്നെ ചോദിച്ചാ പോരെ? വേണ്ട, ആനിയുടെ ചേട്ടന്റെ പേര് പറഞ്ഞാൽ മതി. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, അച്ഛനുറങ്ങാത്ത വീട്ടിലെ വിവാദ പശ്ചാത്തലമായ ആ ഹോട്ടൽ മുറിയുടെ റൂം നമ്പർ ഏത്?
ഓ എന്റെ ദൈവം, ഇത്രയും അങ്ങോട്ട് പോകുന്നത് ഞാൻ വിചാരിച്ചില്ല. പറ്റും, മുക്തിക്ക് പറ്റും. നേരത്തെ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ വന്നതുപോലെ ഇതും വരും. ഒരു നമ്പർ. ഒരു നമ്പറോ ഉള്ളോ? അല്ല, 2 നമ്പർ ഉണ്ട്. 2 നമ്പർ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു നമ്പർ. ഒരു ഇത്ര ഇതിന്റെ ഇടയ്ക്കാന്ന് പറയാം, എന്നാ ഞാൻ പറയാം. 15-ന്റെയും 25-ന്റെയും ഇടയ്ക്ക്. 15-ന്റെ 25-ന്റെ ഒരു ക്ലൂ കൂടെ. 20-നും 25-നും ഇടയ്ക്ക്. 23. ആണോ? അയ്യോ, എന്റെ എക്സ്പ്രഷൻ കൊണ്ട് അറിയാതെ അത് കിട്ടിപ്പോയി. 5 മാർക്ക് ആയിരത്തുള്ളൂ കേട്ടോ. ഇല്ല, ഞാൻ എന്തുമാത്രം എക്സ്പ്രഷൻ കാണിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. എന്റെ എക്സ്പ്രഷൻ ക്ലൂ ആയിരുന്നു, അതിനു മുമ്പുള്ളതും ക്ലൂ ആയിരുന്നു. ഞാൻ നോക്കിയേ ഇല്ല മുഖത്തേക്ക്. കണ്ടു. ഇല്ല, കണ്ടു. കോപ്പി അടിച്ചാണ്. 10 മാർക്ക്. 20. ഇത് റാഗിംഗ് ആണ്, ഇത് ബുള്ളിങ് ആണ്, ബുള്ളി. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ഗോഡ് ഫാദറായ ഡയറക്ടർ ലാൽ ജോസ് സർ മുക്തിയുടെ വെഡിങ് റിസപ്ഷന് വന്നപ്പോൾ ഇട്ട ഡ്രസ്സിന്റെ കളർ. ആരാണ് ഈ ചോദ്യമൊക്കെ ഉണ്ടാക്കിയത്? ഇത് പ്രൊഡ്യൂസറുടെ ചോദ്യമാണ്. ഇത് സ്പെഷ്യലായിട്ട് യൂഷ്വലി പ്രൊഡ്യൂസർ ചോദ്യം ഉണ്ടാക്കുന്നതല്ല, പക്ഷെ മുക്ത വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മുക്തയ്ക്ക് വേണ്ടി മാത്രമായിട്ട്. ആ വീഡിയോ സീഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. പക്ഷെ പ്രൊഡ്യൂസർ അത് കണ്ടു. അയ്യോ, എല്ലാരും കണ്ടല്ലോ CD. അത് യൂട്യൂബിലുണ്ടെന്നാ തോന്നുന്നു. പക്ഷെ ഞങ്ങളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീഡിയോക്കാർ ചെയ്ത CD ആണല്ലോ, ത്രില്ല് പോവില്ലേ? ആഷ് കളറാണോ? ആ സമയത്ത് ടെൻഷൻ ആയതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അയ്യോ, എനിക്കറിയില്ല, സോറി. ശരി, ഗ്രീൻ കളർ. ഓക്കെ, അടുത്ത ചോദ്യം. യൂട്യൂബ് ബ്രൂട്ടസിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ, നമ്മുടെ രൂപേഷ് പീതാംബരൻ. അദ്ദേഹം പണ്ട് വളരെ ഫേമസ് ആയിട്ട് ചെറുപ്പത്തിൽ എന്തോ അഭിനയിച്ചിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടുണ്ട്. ഏത് ക്യാരക്ടറിന്റെ? ഇത് അറിയുമായിരിക്കും, വളരെ ഫേമസ് ആണ്. അതെനിക്ക് അറിയാം, പക്ഷെ പേര് ഞാൻ മറന്നുപോയി. ഒരു മൃഗവുമായി ബന്ധമുള്ള ഒരു പേര് എന്ന് വെച്ചാൽ ഒരു മൃഗം, അത് കഴിഞ്ഞൊരു പേര്, അങ്ങനെയാണ്. ഒരു മൃഗത്തിന്റെ പേര്, പിന്നെ ഒരു മനുഷ്യന്റെ പേര്, അങ്ങനെ ഒരു പേര്. ലാലേട്ടന്റെ വളരെ സ്ഫടികം അല്ല, കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തിന്റെ പേര് പറയണം. അറിയില്ല കേട്ടോ. ഒരു മൃഗം, നമ്മുടെ കമോൺ. അറിയില്ല. സ്ഫടികത്തിലെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് അറിയത്തില്ലേ? അയ്യോ. ശരി, കൊമ്പുള്ള ഒരു നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു കൊച്ചു ജീവി. പശുവാണോ? പശു കുറച്ച് വലുതല്ലേ? പശു ചെറിയ ജീവിയാണോ? ആ, പക്ഷെ കൊമ്പുണ്ട് വീട്ടിൽ. ആട്. ആ, ബാക്കി ആട് തോമയോ? പശു. സോറി ഞാൻ അത്ര അങ്ങോട്ട് പോയില്ല. 5 മാർക്കേ ഉള്ളു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിന് 5 ഉള്ളു. ഇപ്പൊ 25 മാർക്കായി. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം. വെരി സിമ്പിൾ കേട്ടോ. അച്ഛനുറങ്ങാത്ത വീട് എന്ന ഫിലിമിന്റെ സ്ക്രിപ്റ്റ്. ബാബു ജനാർദ്ദനൻ. വെരി ഗുഡ്. അങ്ങനെ 50-ൽ 35 മാർക്ക് മേടിച്ച് മുക്തി നേടിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ മുക്തി നേടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയും ഇതുപോലത്തെ പല ആചാരങ്ങളും, അതെ, ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ ഗെറ്റ് സെറ്റ് ചാറ്റിൽ വരുന്നതായിരിക്കും. അതിനെയെല്ലാം നമ്മൾ കരുത്തോടു കൂടി നേരിടണം. പനയിൽ നിന്നും പനയിലേക്ക് ചാടി ഭാഷയോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ പറമ്പിൽ ഒരു പനയിൽ നിന്ന് മറ്റേ പനയിലോട്ട് ഇങ്ങനെ ചാടി പോകുന്ന ചേട്ടന്മാരെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, വാവ്, അവർ എന്ത് ധൈര്യശാലികളാണ്, അവരെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ അത് ചെയ്ത ആദ്യത്തെ പെൺകുട്ടിയാണ് ഞാൻ കാണുന്നത് കേട്ടോ. പക്ഷെ ഈ പ്രേതം എന്തിനാ പനയിലോട്ട് ചാടി? ആ മൂവി കണ്ടിട്ടില്ല? ഇല്ല, സോറി കേട്ടോ. എന്തായിരുന്നു അത് സിനിമയുടെ പേര്? മാന്ത്രികൻ. കണ്ടിട്ടില്ല കേട്ടോ. ജയറാമേട്ടന്റെ പടാണ്. കണ്ടിട്ടില്ല. ഇനി ഞാൻ പോയി കാണും. അറ്റ്ലീസ്റ്റ് ഈ സീനെങ്കിലും ഞാൻ പോയി കാണുന്നതായിരിക്കും. മുക്ത ഒരു ഡാൻസർ, ആക്ട്രസ് എല്ലാമാണെന്നറിയാം. പക്ഷേ മുക്ത ഒരു
ഓൺട്രപ്രന്യറും കൂടാണ് അല്ലേ? ഒരു ബിസിനസ്, ഒരു മുതലാളിയാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടെ നമുക്ക് പറ്റില്ല. ഇപ്പം അത് എൻ്റെ മാനേജേഴ്സാണ് നോക്കുന്നത്. പക്ഷെ ഉണ്ട്. ഓക്കെ, ആ പേര് തന്നെയാണ്, പക്ഷെ പേഴ്സണലി നോക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇൻവോൾവ് ആണ് അതിൽ. ഓക്കെ, അവിടെ തന്നെയാണോ മുക്ത പോകാറുള്ളത്? അവിടെ പോകാറുണ്ട് തീർച്ചയായിട്ടും. നമുക്ക് പനമ്പള്ളി നഗർ വരെ പോകാൻ പറ്റാത്ത സമയത്ത്. അയ്യോ, നമ്മൾ സംസാരിക്കുന്ന മുക്തയുടെ പാർലറിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ കോഡ് ഭാഷയിലൂടെ മുക്ത അവിടെ പോകാറുണ്ടോ? ഞാൻ അവിടെ പോകാറുണ്ട്. പനമ്പള്ളി നഗർ ഇത്തിരി ദൂരെയാണ്, പക്ഷെ എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. സ്റ്റുഡിയോ റിവൈവ് എന്നാണ് പാർലറിന്റെ പേര്, സലോണിന്റെ പേര്. ഓക്കെ. പിന്നെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെയ്യാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് പാർലറിൽ പോയിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു. സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്? അത്യാവശ്യം. ഹെയറിന്റെ കാര്യം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ഞാൻ സ്ട്രെയിറ്റനിങ് കേളിംഗ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എനിക്കറിയാം. ഓക്കെ, അപ്പൊ പിന്നെ ഇൻ കേസ് സിനിമയിലോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ ഫുൾ എനിക്കിഷ്ടമാണ്. എനിക്ക് സലോൺ ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് കോതമംഗലത്ത് ഉണ്ടായിരുന്നു ഒരു പാർലർ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിലേ മുതൽ ഇത് തന്നെയാണ് നമ്മൾ കണ്ട് വളർന്നത്. മമ്മിയാണോ അത്? അമ്മയായിരുന്നു ഓണർ. അമ്മ ബ്യൂട്ടീഷ്യൻ ആണോ? ബ്യൂട്ടീഷ്യനാണ്. ഓക്കെ, അപ്പൊ ഈ മുക്തിയുടെ സൗന്ദര്യത്തിന്റെ പിന്നിൽ അമ്മയാണോ? അമ്മ താളി വെച്ച് എന്താ മുടി ശരിയാക്കി തരിക, അങ്ങനെ ചെയ്യാ, ഫേഷ്യൽ ചെയ്ത് തരിക? വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്തു തരാറുണ്ട്. ഹെഡ് മസാജ് ഒക്കെ ചെയ്തു തരാറുണ്ട്. നന്നായിട്ട് കാലൊക്കെ മസാജ് ചെയ്ത് തരാറുണ്ട്. എൻ്റെ ബോഡി ഇത്രയും നാളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ കാരണമാണ്. ഇപ്പൊ കല്യാണം കഴിച്ച് പോയപ്പോഴേക്കും എല്ലാം ചീറ്റിപ്പോയി. പിന്നെ ഒന്നേത് തുടങ്ങണം. കാരണം നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ ഈ ഒരു മാസം എന്നൊക്കെ പറഞ്ഞത് വിരുന്ന്, ഓരോ വീട്ടിൽ പോവാ, ഭക്ഷണം കഴിക്കുക, വരിക. പക്ഷേ എനിക്ക് മുക്തേനെ സെയിം സിനിമയിൽ കാണുന്ന പോലെ തന്നെ തോന്നുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചിലപ്പം സിനിമയിൽ വരുമ്പോഴത്തേക്കും, സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ചിലർ വലുതായിട്ട് കാണും. അപ്പം ഇപ്പൊ എനിക്ക് നോർമലായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇത് ചിലപ്പം വെളിയിലുള്ളവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുമായിരിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് മിക്കവാറും ഈ ഒരു ഷോയോട് കൂടി കുറേ ബിസിനസ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അമ്മ നമ്മൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഒരു അമേസിങ് ബ്യൂട്ടീഷ്യൻ ആണെന്നൊക്കെ. സോ മുക്ത ഒരാളാണോ? എനിക്ക് ചേച്ചിയുണ്ട്. ഓക്കെ. ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുമാവയായി. അവനാണ് ഇപ്പം എൻ്റെ ഫുൾ ലോകം എന്ന് പറയുന്നത്. സച്ചിക്കുട്ടനാണ്. ഇപ്പം എനിക്ക് എൻ്റെ ഏട്ടനെ കിട്ടി. അവന് 1 വയസ്സായി. കല്യാണം കഴിക്കുന്നതിന് മുന്നേ വരെ സച്ചിക്കുട്ടനായിരുന്നു. അവൻ്റെ A to Z ഫുൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് നമ്മളാണ്. അപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ലോകം ഫുൾ. പറയൂ, റിങ്കു ചേട്ടനെ പറ്റിയിട്ട് പറയൂ. നമുക്ക് റിങ്കു ചേച്ചിയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. റിങ്കു ചേച്ചിയുടെ പോലെ തന്നെയാണ്. ഭയങ്കര പോലെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സൈലന്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഒന്നും മിണ്ടില്ല. എന്നോട് നന്നായിട്ട് സംസാരിക്കും, പക്ഷെ പുറത്തുള്ള ഒരാളോട് അടുത്ത് വരാൻ ഇച്ചിരി ടൈം എടുക്കും. പാട്ട് ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ എനിക്ക് പാട്ട് പാടിത്തരും, പാട്ട് പാടിത്തരില്ല. ഓക്കെ, സീക്രട്ട് ആയിട്ട് മുക്തിക്ക് വേണ്ടി മാത്രമായിട്ട് പാട്ട് പാടി കൊടുക്കും. നന്നായിട്ട് പാടുമോ? അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ വലിയൊരു ഇതാന്ന് പറയാം, പക്ഷെ അത്യാവശ്യം എല്ലാം ചെയ്യും. നന്നായി കുക്ക് ചെയ്യും. അത് മതിയല്ലോ, എന്തിനാ പാട്ട്? നമുക്ക് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ഓരോരുത്തർക്കും ഓരോ ക്രേസ് അല്ലേ. ഏട്ടന് ഭയങ്കര ക്രേസ് ഡ്രൈവിങ്ങിനോടാണ്. ഭയങ്കര ഡ്രൈവിംഗ് ആണ്. ഭയങ്കര മുക്ത ഡ്രൈവ് ചെയ്യോ? ഇല്ല, നമുക്ക് എല്ലാം ഒരുപോലെ ഒരാൾക്കും കിട്ടില്ല. ഒന്ന് ചെയ്തിട്ടുണ്ടോ? ലൈസൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ലൈസൻസ് ഉണ്ട്, പിന്നെ ഡ്രൈവ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത മുക്തിക്ക് ആരാണ് ലൈസൻസ് തന്നത്? ആ സമയത്ത് നമ്മൾ പഠിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ ലൈസൻസ്. അപ്പൊ ഇപ്പൊ ഓടിച്ചില്ല, കാരണം ഞാൻ സ്കൂട്ടിയിൽ നിന്ന് 2 പ്രാവശ്യം താഴെ വീണായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല. അപ്പൊ നമുക്കൊരു പേടി തട്ടിപ്പോയി. എനിക്ക് നോക്കിക്കൂടെ? 4 വീലർ നോക്കിക്കൂടെ? ഇനി നോക്കണം. ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഈ 2 വീലുള്ള സാധനങ്ങളൊക്കെ പേടിയാ. 2 വീലുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാനൊരു അമ്മൂമ്മ ഇടിച്ചിട്ട് പുള്ളിക്കാരുടെ മുട്ടിൽ സ്റ്റിച്ചൊക്കെ വരുത്തി. അപ്പം സാരമില്ല, എനിക്ക് മുക്തയുടെ ഫീലിങ്സ് മനസ്സിലാവും കേട്ടോ. എനിക്ക് കംപ്ലീറ്റ്ലി ടോട്ടലി മനസ്സിലാകും. എനിക്ക് ഒരു കാര്യം കൂടെ റിങ്കു ചേട്ടനെ പറ്റിയിട്ടല്ല, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വെഡ്ഡിങ്ങിനെ പറ്റിയിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. ആരുടെ ആയിരുന്നു ഈ ഐഡിയാസ് ഒക്കെ? മുക്തയുടെ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നി ആദ്യമേ പ്ലാൻ ചെയ്യാനൊക്കെ ഞാൻ മിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി അത് മുഴുവൻ മുക്തയുടെ ഐഡിയ ആയിരിക്കും. എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു. എനിക്കങ്ങനെ വലിയൊരു വിഭാഗത്തിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു.
പിന്നെ പഴയൊരു ട്രഡീഷണൽ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ ചെയ്യുമ്പോഴാണ് പുറത്തുള്ള ആൾക്കാർക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരുപാട് പേര് ഞങ്ങളുടെ കുർബാന ചെല്ലിച്ച ഒരു അച്ഛനും ഡിവൈനിലെ അച്ഛനും പിന്നെ പാലായിന്ന് ഒരു അച്ഛനാണ് വന്നത്. അഞ്ചാനക്കൽ അച്ഛനും മാത്യു അച്ഛനും പൊതുവാച്ചനുമാണ് ചെല്ലിച്ചത് കുർബാന. പൊതുവാച്ചന്റെ ഇടവകയില് ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാ ചേച്ചിമാരും ചട്ടയും മുണ്ടുമാണ്. അച്ഛൻ അത് അങ്ങനെ പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇടാൻ പറ്റും, അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അച്ഛനത് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അച്ഛൻ. ഡിവൈനില് അത്രയും വലിയൊരു ആശ്രമമാണ് ഡിവൈൻ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരെ ധ്യാനിക്കാൻ വരുന്ന സ്ഥലത്ത് അച്ഛൻ നമ്മളുടെ കാര്യം പ്രസംഗത്തിൽ പറയാന്ന് പറയുന്നത് അവിടുത്തെ ഡയറക്ടർ അച്ഛനാണെന്ന് വിചാരിക്കണം. അപ്പം എൻ്റെ ഡ്രൈവറിൻ്റെ ഒരു കസിൻസ് രണ്ടുപേര് അവിടെ ധ്യാനിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടികളോട് ഇങ്ങനെ അന്ന് ആ ഡ്രൈവറിനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ മുക്തശേഷിയുടെ കാര്യം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ധ്യാനത്തിന് പറഞ്ഞു, ചട്ടയും മുണ്ടൊക്കെ ഉടുത്തിട്ട് വന്നത് എന്നിങ്ങനെ അത്രയും സിമ്പിളായിട്ട് നമ്മൾ ഇനിയും അമ്മച്ചിമാരങ്ങനെ ആവണം, ആ ഒരു ഇത് നിന്ന് വരെ ശരിക്കും പറഞ്ഞ പഴയ ഒരു ഡ്രസ്സൊക്കെ എല്ലാവരും മറന്നു. ഇപ്പൊ ഒന്നും ചട്ടയും മുണ്ട് വാങ്ങിക്കാൻ കിട്ടുമോ? നമ്മൾ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് സ്ഥിരം അത് ഉടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വൈറ്റ് ആണ്, പെട്ടെന്ന് ചെളിയാവും അങ്ങനത്തെ. പിന്നെ ഉടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബാക്കിൽ മറ്റേ വെച്ചിട്ട് അത് രാത്രിയൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞൊക്കെ വെച്ചിട്ട് ഉടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിടക്കും. എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെ പണ്ട് അങ്ങനെ ഇത് തലേ ദിവസം രാത്രി മുഴുവൻ ഞൊറിഞ്ഞു വെക്കണം. അങ്ങനെ ഞൊറിഞ്ഞു വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പൊ ഞൊറിഞ്ഞൊക്കെ ഇടാൻ നമുക്ക് തേച്ചൊക്കെ വെക്കാം. പക്ഷെ പണ്ടുള്ളവർ അങ്ങനെ തേച്ചൊന്നും വെക്കൊന്നുമില്ല. അപ്പൊ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഉടുക്കാൻ അറിയാം അതൊക്കെ ചട്ടയും. അത് തൊടുപുഴയിലത്തെ ഒരു സിസ്റ്ററാണ്. എൻ്റെ മനസ്സമ്മതത്തിന് ആ പിള്ളേർ തന്നെയാണ്. എൻ്റെ തിരുവാതിരകളിലേക്ക് ഉണ്ടായിരുന്നു മനസ്സമ്മതത്തിന്. ആ കുട്ടികൾ തന്നെയാണ് എൻ്റെ ഫ്ലവർ ഗേൾസ് ആയിട്ട് നിന്നത്. അവരും ചട്ടയും മുണ്ടും തന്നെയായിരുന്നു. അപ്പം ആ സിസ്റ്ററാണ് എന്നെ ഉടുപ്പിച്ചത് ചട്ടയും മുണ്ടും. പഠിച്ചോ? എന്നിട്ട് ഇല്ല, ആ സമയത്ത് പഠിക്കാൻ പോണ ചട്ടമുണ്ട് ഇത്ര എക്സൈറ്റഡ് അല്ല, ചട്ടമുണ്ടും എന്ന ഡ്രസ്സിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അത് ഉടുത്താല് നമ്മളങ്ങനെ ട്രയൽ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു ട്രയലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. പെട്ടെന്ന് തീരുമാനിക്കായിരുന്നു ചട്ടമുണ്ട് മതിയെന്ന്? പെട്ടെന്നല്ല, ഞാനത് അമ്മയുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ, കാരണം എൻ്റെ ചേച്ചിയുടെ മധുരമേക്കിൽ ചട്ടയും മുണ്ടുമായിരുന്നു. അപ്പം അക്ക അത് ഇട്ടപ്പം എനിക്കും അത് ചെയ്യാനൊരു താല്പര്യമായി. എന്നാൽ ഞാൻ ചെയ്ത അക്കത് മധുരമേക്കലിന് ഇടുമ്പോൾ നമ്മുടെ കസിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നുണ്ട്. എന്നാലും പോട്ടെ, സാരമില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഗേൾസിന് ഇത്രയും പേർക്ക് പാലക്കാട് നിന്നാണ് അവരുടെ കൊടയും കുന്തിരിക്കത്തിന്റെ മറ്റേ ഓലക്കുടയില്ലായിരുന്നു. ഞങ്ങളുടെ ഓലക്കുടയൊക്കെ പാലക്കാട് നിന്ന് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ കുന്തിരിക്കയാണ് ഈ ഇത് പിടിച്ചത്. എൻ്റെ ഒരു പണ്ടത്തെ ആൾക്കാർ താമരമൊട്ട പിടിക്കുക, താമര വെച്ചിട്ടായിരുന്നു. പിന്നെ നാരങ്ങാമാലയാണ് ഞങ്ങൾ ഇട്ടത്. അങ്ങനെ പഴയ രീതിയിലേക്കാണ്. അംബാസഡർ കാറായിരുന്നു. ഇപ്പൊ അംബാസഡർ കാർ വീട്ടിലുണ്ടെങ്കിൽ പോലും ആരും മ്യൂസിലി അതിൽ കയറി പോകാറില്ല. പക്ഷെ അംബാസഡറിനുള്ള ഒരു ഗാംഭീര്യം വേറെ ഒരു വണ്ടിക്കും ഇല്ല കേട്ടോ. ഇത് ഈ കല്യാണം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞില്ലേ? ഒരുപാട് പേര്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫീൽഡിൽ നിന്ന് ആരൊക്കെയാണ് വന്ന് പറഞ്ഞത്? ഫീൽഡിൽ നിന്ന് തന്നെയല്ല, ഞാൻ എവിടെ പോകുന്നോ എല്ലാവർക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒത്തിരി സ്ഥലത്ത് പോകേണ്ടി വരും. എവിടെ ഏട്ടൻ്റെ വീട്ടിൽ, ഏട്ടൻ്റെ നാട്ടിൽ പാലായിൽ ചെന്നപ്പോൾ അവിടുത്തെ പള്ളിയിലും അവിടുത്തെ സിസ്റ്റേഴ്സിനും അവിടുത്തെ കോൺവെന്റിലെ കുട്ടികൾക്കൊക്കെ ചട്ടയും മുണ്ട് കൊടുത്തിട്ട് എന്നാ ഭംഗിയായിരുന്നു കാണാന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോഴത്തെ നമ്മുടെ ഒരു സന്തോഷം. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ, നമ്മുടെ ചീഫ് ഇപ്പോൾ എൻ്റെ അങ്കിളാണ്. അപ്പം അങ്കിളിൻ്റെ ഒരു വകയിലൊരു കസിനാണ്. അപ്പം ആ ആൻറ്റി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ആ ആൻറ്റി ചട്ടയും മുണ്ടും ഇടണുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആൻറ്റീനെ കാണാനായിട്ട്. ആൻറ്റി പറയാം, ഞാൻ കുറച്ച് സെറ്റ് ചട്ടയും മുണ്ടും ഞാൻ തയ്പ്പിക്കാൻ കൊടുത്തു, നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എന്താ എനിക്കിട്ടാല് എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കുറച്ച് പേർക്ക് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം വന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ ഇനിയിപ്പം ഭാവിയിൽ നമുക്ക് കുറെ കൂടെ പ്രാവശ്യം മുക്തി ചട്ടയും മുണ്ടിലും കാണാൻ ഉള്ള ചാൻസ് കിട്ടുമായിരിക്കും. അങ്ങനെയല്ല, കുറച്ച് പേരെങ്കിലും ഇപ്പൊ ഈ വെഡിങ്ങിന് അങ്ങനെ വരണം. എല്ലാവരും ഗൗണാണ്,
എല്ലാവരും ചെയ്യണ പോലെ ചെയ്യുമ്പോൾ അതിലൊരു അതെ, എന്താണേലും ബാക്കി അമേരിക്കക്കാരെല്ലാവരും ഗൗൺ ഇടുന്നുണ്ടല്ലോ, നമുക്ക് നമ്മളേതായിട്ടുള്ള സാധനം ഇടാലോ. കൾച്ചർ ഒരു രീതി, പഴയ ഒരു കൾച്ചറിലേക്ക്. That was actually absolutely a wonderful thought, I have to say. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് റിങ്കു എന്താ പറഞ്ഞ, ചട്ടയും മുണ്ടും വേണോ? ഏട്ടനും മമ്മിയും ചേച്ചിയും ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എല്ലാവരും, കാരണം നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു മോശമാവില്ല എന്ന് കാരണം അവർക്കറിയാം. അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടായിരുന്നു. അപ്പം മനസ്സമ്മതം, എനിക്ക് ഹിന്ദു ട്രഡീഷണൽ ഇത് ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സമ്മതം എനിക്കൊരു ഹിന്ദു ലുക്കിൽ കിട്ടണം അമ്മ. കല്യാണം നമ്മുടെ നല്ല രസം, ഒരു നീണ്ട ഒരു പച്ച പാലക്ക ഇട്ടുണ്ട്. അയ്യോ, ഞാൻ വിചാരിക്കുന്നത് എന്തൊരു രസം, സിമ്പിൾ ആയിട്ട് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി ക്ലാസി, വെരി ട്രഡീഷണൽ, ബ്യൂട്ടിഫുൾ. ഭയങ്കര, എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളത് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര, അത് പ്രത്യേകം താങ്ക്സ് എൻ്റെ മേക്കപ്പ് മാൻ രഞ്ജു ചേട്ടനാണ് എൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം രഞ്ജു ചേട്ടന് അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ കൊണ്ട് തന്നതിൽ രഞ്ജു ചേട്ടനൊരു പ്രത്യേക താങ്ക്സ്. ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ മാല തന്നത് എനിക്ക് അമ്മയുടെ ഗിഫ്റ്റ് ആയിരുന്നു, മാല. ഓക്കെ. അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ തൊട്ട് അമ്മ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഓടിപ്പോയി നമ്മൾ മേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ചയും കൊണ്ടുണ്ടായ കല്യാണം. അപ്പോൾ ഒരാഴ്ചയും കൊണ്ട് ഫിക്സ് ചെയ്തൊരു കല്യാണം. അപ്പം 23rd മനസ്സമ്മതം, 30th വെഡ്ഡിങ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുൾ ഷോ. 26, 27, 28 എനിക്ക് ഷോ, 29th മധുരമേഖല, 30th വെഡ്ഡിങ്. അങ്ങനെ ഒരു ഭയങ്കര ഹറിബറി ഒരു കല്യാണമായിരുന്നു. പക്ഷേ ആ കല്യാണത്തിന്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും കണ്ടാൽ നമുക്കത് ഹറിബറി തോന്നില്ല. ഇത് കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത് ഇവർ ഇങ്ങനെ വേണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് ശരിയാണ്, അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് മുക്തയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മുക്ത എന്താണ്, നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന കുട്ടിയാണ്, നല്ല സെൻസ് ഓഫ് സ്റ്റൈലുള്ള കുട്ടിയാണ്, നല്ലൊരു ആക്ട്രസ്സാണ്, പിന്നെ വളരെ അഡ്വഞ്ചറസ് ആണ്. നമ്മളെ സിനിമയിലെ അഡ്വഞ്ചർ മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പം ഹണിമൂൺ ഒന്നും പോയില്ലേ? ഹണിമൂൺ പോയി. അഡ്വഞ്ചർ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. സീസൺ ഓഫിലാ പോയത്, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അയ്യോ, ഒന്നിലും കയറാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പോവും. എവിടെ പോന്നെ? ഇനിയിപ്പം തായ്ലൻഡാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, അറിയില്ല. നേരത്തെ എവിടെയാ പോയത്? ഞങ്ങൾ ഗോവയായിരുന്നു പോയത്, ഗോവ, ദുബായിലാണ് പോയത്. ഓക്കെ, ഫൈൻ. ഇനി മുക്ത വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒന്നുകൂടെ ഡ്യൂപ്പൊന്നും അല്ലെന്ന് നേരത്തെ പറഞ്ഞു. എന്നാലും ഞങ്ങൾക്കൊരു ഡൗട്ട്, എങ്ങാനും ഡ്യൂപ്പിനെ വെച്ചാണോ ഇത്ര നാൾ അഭിനയിച്ചതെന്ന്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അഭിനയിപ്പിക്കാൻ പോവുകയാണ് മുക്തെ. അയ്യോ ഇല്ല, അവിടെ ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി. അവിടെ ഇരുന്ന് ഞാൻ വേണമെങ്കിൽ പ്രോംപ്റ്റ് ഇല്ല, ഇതിന് പ്രോംപ്റ്റിംഗ് ഇല്ല. ഓക്കെ, അഭിനയം ഒന്നും ഇല്ല, അങ്ങനെ പേടിക്കണ്ട. മുക്ത ഫേസ്ബുക്കിൽ വളരെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ആക്റ്റീവ് അല്ല ഞാൻ, അല്ല. പിന്നെ ഞാൻ അതിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഒത്തിരി പോസ്റ്റേഴ്സ് ഇപ്പൊ നമ്മള് അതന്നെയാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ മുക്ത അല്ല പേജ് മാനേജ് ചെയ്യുന്നത്. പേജ് മാനേജ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. ചില ഫോട്ടോസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആക്റ്റീവേ അല്ല. അത് ശരിയാട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സിസ്റ്റർ പറയുകയും ചെയ്തു, മുക്തയ്ക്ക് മാർക്കറ്റിംഗ് വളരെ കുറവാണ്, ഒട്ടും സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല, കുറച്ചും കൂടെ ഒക്കെ ചെയ്യാം എന്ന്. എനിവേസ്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ പോവുകയാണ് മുക്തയുടെ കലാപരിപാടികൾ. എന്താണ്? മോണോ ആക്ട്, നാടകം, സിനിമ, ഇതെല്ലാം, നാടോടി നൃത്തം, ഇത്രയൊക്കെ അഭിനയിക്കാമെങ്കിലാണ് ഒരു ചെറിയൊരു ഡബ് സ്മാഷ്. ഡബ് സ്മാഷാ? യെസ്. ഏതാ? വളരെ 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 ഹൃദയത്തിൽ തൊടുന്ന ഒരു ഡയലോഗാണ്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഡയലോഗാണ്. ലാലേട്ടനൊന്നും വല്ല പെൺകുട്ടികളിലേക്ക് തരൂ പ്ലീസ്. സാരമില്ല, ലാലേട്ടൻ വരട്ടെ. ഇല്ല, നമ്മുടെ അമർ അക്ബർ ആന്റണി കണ്ടായിരുന്നോ? അതിനകത്ത് പൃഥ്വിരാജ് വരെ ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് കാണിച്ചോ? എനിക്കറിയില്ല. അയ്യോ, മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം ലാലേട്ടനെ കാണിച്ചതായിട്ടൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ഇനി അടുത്ത ചാൻസ് കിട്ടാൻ പോകുന്നത് മുക്തയ്ക്കാണ്. മുക്ത ലാലേട്ടനെ കാണിക്കാൻ പോവാ. ലാലേട്ടൻ്റെ കൂടെ ഇതുവരെ അഭിനയിച്ചില്ലല്ലോ. സാരമില്ല, ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചാൻസ് കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡയലോഗ് കേൾക്കും, അത് പഠിക്കണം. ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ അസിസ്റ്റൻ്റാണ് മുക്തയുടെ. പഠിപ്പിച്ചു തന്നിട്ട് 3 ടേക്ക് ഉണ്ട്. ആദ്യത്തെ ടേക്കിൽ തന്നെ റെഡി ആകുകയാണെങ്കിൽ 50 പോയിന്റ് കിട്ടും.
രണ്ടാമത്തെ ടേക്കിലാണെങ്കിൽ 30 പോയിന്റ്, മൂന്നാമത്തെ ടേക്കിലാണെങ്കിൽ 10 പോയിന്റ്, പിന്നെ 0. ഓക്കെ, ഏത് ഇതിലെയാണ്? ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ഡയലോഗ് കേൾക്കാം. ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇത് തന്നെ ചെയ്യണോ? ലാലേട്ടനോട് കിടക്കണം, ഞാനോട് കിടക്കണം. അയ്യോ, കിട്ടി. മുക്തിക്ക് ക്യാരക്ടർ കിട്ടി. മുക്തിയുടെ മുഖം കണ്ടാലറിയാം. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കത് ചെയ്യണ്ടേ? എങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യണോ? അവിടെ ഇരുന്ന് ചെയ്താൽ മതി. ലാലേട്ടനോട് നോക്കിയാണോ പറയണേ? ഞാനാണ് തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്നത്, ഞാനാണ് സോമൻ സാർ എന്ന് വിചാരിച്ച് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ, ഞാനിങ്ങനെ ജാടയിട്ടിരിക്കാം. ജീവിക്കാൻ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒന്നുകൂടെ കേൾക്കണോ? അത് മാച്ച് ചെയ്യണേ ലിപ്പ്. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ടേക്കിന് പോവാം. ഓക്കെ, ടേക്ക് 1 ആക്ഷൻ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കൊല്ലുന്നില്ല കേട്ടോ, ഇത്രേ കൊല്ലുന്നുള്ളൂ. ഇതിൽ കൂടുതൽ കൊല്ലില്ല. ഒരു എപ്പിസോഡിൽ ഇത്രയൊക്കെ കൊന്നാ മതി. ഓക്കെ, അപ്പൊ 50-ൽ നമുക്കൊരു 49 പോരെ? മതി. ഒയ്യോ, ഫുള്ളൊന്നും തരരുത്. ഫുള്ള് തന്നിനി. ഫുള്ള് കിട്ടിയ എനിക്കൊരു ശീലമില്ല, ഫുള്ള് കിട്ടിയ എനിക്ക് ടെൻഷൻ ആവുന്നത്. വേണ്ട, ഫുള്ള് വേണ്ട. യൂഷ്വലി ഫുള്ള് ഏത് സബ്ജക്റ്റിനാണ് കിട്ടാറുള്ളത്? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോന്നൽ. സാരമില്ല, ഞാൻ ഫുള്ള് തരും. ഇനി ആരെങ്കിലും മുക്തിക്ക് ഏത് സബ്ജക്റ്റിനാണ് ഫുള്ള് കിട്ടിയത് എന്ന് ചോദിച്ചാൽ എക്സ് ചാറ്റിലെ ഡബ് സ്മാഷിന് കിട്ടി എന്ന് പറയണം കേട്ടോ. അപ്പോ 50-ന് 50 മാർക്ക് മേടിച്ചിരിക്കുകയാണ് മുക്തയെ. എനിക്ക് സങ്കടം വന്നു കേട്ടോ, ശരിക്കും കൊള്ളാം. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മുക്തയ്ക്ക് മലയാളത്തിൽ അതിഗംഭീരമായ ഡയലോഗുള്ള ഒരു ക്യാരക്ടർ വരുന്നതായിരിക്കും. മിക്കവാറും ലാലേട്ടന്റെ കൂടെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? എനിക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് ശകുന്തളാവൻ കാതലൻ മാത്രമാണ്. അപ്പം ഇനിയിപ്പോൾ കല്യാണം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് റിലീസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ സിദ്ദിഖൊക്കെയാണ് അച്ഛനായിട്ട് അഭിനയിച്ചേക്കുന്നത്. റെജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡയറക്ടറാണ്. അച്ഛൻ്റെ ഇപ്പം അച്ഛനുറങ്ങാത്ത വീട് പോലെ തന്നെ അച്ഛൻ്റെ മോളുടെ ഒരു ക്യാരക്ടർ ഒരു മൂവിയാണ്. അർച്ചന കവി ഉണ്ട് അതിൽ, മമ്മുക്കോയ, കുറച്ച് പേരുണ്ട്. ചെറിയൊരു പടമാണ്, എന്നാലും ഇപ്പം നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു സോഷ്യലി റെലവൻറ്റ് ഒരു ഫേസ്ബുക്ക് പ്രണയം എന്നൊക്കെ പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട അത്രേ പറയുള്ളൂ. ഏകദേശം മനസ്സിലായി. എപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം? ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷേ എന്തായാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. പോസ്റ്റേഴ്സ് എല്ലാം ഞാൻ ഇതിനകത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ആരൊക്കെയോ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കുട്ടി സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്നത്. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് തന്നെയാണല്ലോ ആശംസിക്കുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത് അതൊരു സിനിമയുടെ പോസ്റ്റർ ആയിരുന്നു എന്നുള്ള കാര്യം. സോ ഇതിനകത്ത് ആരാ ഹീറോ? സിദ്ദിഖേട്ടനാണ് അച്ഛനായിട്ട് അഭിനയം. അച്ഛൻ്റെയും മോളുടെയും ഒരു സിനിമയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഹീറോ ക്യാരക്ടർ എന്ന് പറഞ്ഞില്ല. അച്ഛനാണ് ഹീറോ. അച്ഛനാണ് ഹീറോ. അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ഭയങ്കരമായിട്ട് അമ്മയില്ല അതിൻ്റെ അകത്ത്. അമ്മയില്ല എനിക്ക്. അപ്പം അമ്മയില്ലാണ്ട് ഒരു മോളെ ഇത്രയും വളർത്തിയെടുത്ത് ഒരു മോളൊരു പ്രണയത്തിൽ അകപ്പെട്ട് പോകുമ്പോൾ അച്ഛനുണ്ടാവുന്ന വേദനകൾ, പിന്നെ ആ കുട്ടി അതെങ്ങനെ ഫേസ് ചെയ്യുന്നു, എന്താവും, പിന്നെ ആ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ളതൊക്കെയാണ് ആ മൂവിയിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനിയും എന്താണ് ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയും ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഷോ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത്, അപ്പം ഞാനതിപ്പം ആ സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും എന്താ പറയുക, ഭയങ്കര ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ പോയേക്കുന്നതെന്ന് പറയുന്നത് മെയിൻ കാരണം അത് തന്നെയാണ്. അത്രയും എൻ്റെ വീട്ടിൽ ഇനിയും ഫിലിംസ്
തീർച്ചയായിട്ടും ഏട്ടന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവിടുത്തെ മമ്മിക്കാണെങ്കിൽ അത്രയും കൂടെ ഇല്ലേ, മമ്മിക്ക് എപ്പോഴും ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. മമ്മി ഞാനും ഒക്കെയാണ് ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടില്. അപ്പൊ ഒരു ഭയങ്കര രസമാണ്. അവരങ്ങനെ ഭയങ്കര അവർക്ക് അങ്ങനെ ഉള്ള ടാലന്റ് എന്തിനാ നമ്മൾ കളയണം വെറുതെ ആവശ്യമില്ല. അത് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടേണ്ടതല്ലല്ലോ. നമുക്ക് ദൈവം ഇത്രയും ഒരു കഴിവ് തന്നിട്ട് നമ്മളത് പിന്നെ റിമിയെ പോലുള്ള ഒരു മകളൊക്കെ ഉള്ള ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും റിമിയെ അത്രയും ആ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ ആ സെയിം സപ്പോർട്ട് മുക്തയ്ക്കും കിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഏട്ടനാണ് കഴിഞ്ഞ ദിവസം തന്നെ ഷോന് കൊണ്ടുപോയത്. അതെനിക്ക് ഭയങ്കര ഇന്നും കൊണ്ടുപോയിട്ടത് ഇന്നിപ്പോ കൊണ്ടുവരാൻ വരുന്നത് ചിലപ്പോൾ ഏട്ടനായിരിക്കും, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ ഇപ്പം എന്നെ എല്ലാ കാര്യത്തിനും അപ്പം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ഒരു ഹസ്ബൻഡ് നമ്മളെ ഡാൻസ് പ്രാക്ടീസിന് കൊണ്ടുവിടുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് വാങ്ങിച്ചു, മേക്കപ്പിന്റെ ടൈമിലൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് വെള്ളം വേണോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ. അത് എനിക്ക് ഭയങ്കര കെയറിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. എനിക്ക് വയ്യ, എനിക്ക് തന്നെ നാളെ വെൽ ഹാവിങ് എ വെരി സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഇറ്റ് സെൽഫ് ഇസ് എ ഹ്യൂജ് തിങ്. ഇനിയിപ്പം സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കയറി അങ്ങ് പൊക്കോളും. അപ്പം മുക്തയെ ഇനിയും നമ്മൾ ഒത്തിരി വീണ്ടും സ്ക്രീനിൽ കാണുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ മലയാളത്തിൽ ഇപ്പം ഒത്തിരി നായികമാർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് നല്ല നായികമാരെ കണ്ടുകൊണ്ടിരിക്കുന്ന കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ മുക്ത വീണ്ടും ഒത്തിരി സിനിമകളിൽ വരിക. പിന്നെ തമിഴ്, തെലുങ്ക് എല്ലായിടത്തും പോകും, പക്ഷെ തിരിച്ച് മലയാളത്തിൽ വരണം കേട്ടോ. പിന്നെ ഇപ്പം ഏത് സിനിമയ്ക്കകത്തായിരുന്നു? സെയിൽസ് ഗേൾ. പാമ്പ് സെട്ടയ്ക്കകത്ത് സെയിൽസ് ഗേൾ ആണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഓൺ സ്ക്രീൻ അല്ല പറഞ്ഞത്. പാമ്പ് സെട്ടയെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ? അതാണ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. സെയിൽസ് ഗേൾ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പം അവിടെ ചെന്നൈയിലെ ലളിത ജ്വല്ലറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ ജ്വല്ലറിയാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഏർലി മോർണിംഗ് അങ്ങ് ചെന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. നോർമലി ഒരു 10 മണിയായപ്പോഴേക്കും കട ഓപ്പൺ ചെയ്തു, കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ സെയിൽസ് ഗേൾസൊക്കെ ചായ കൊണ്ട് കൊടുക്കുക, ക്യാഷ് കൊണ്ട് കൊടുക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഡയറക്ടർ പറഞ്ഞു ആർക്കും അറിയരുത്, നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്ന് ആർക്കും അറിയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാമറയൊക്കെ ചുറ്റിനില്ലേ? ക്യാമറയൊക്കെ നമ്മൾ ഒളിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഒറിജിനലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്ത് പിന്നെ എക്സ്ട്രാ കുറച്ച് ഷോട്ട്സ് നമ്മൾ ഹിഡൻ ക്യാമറ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഒരു നാച്ചുറൽ ഒരു ഇത് കിട്ടാനായിട്ട്. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ സെയിൽസ് ഗേൾ ആണെന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് കോഫി കടിക്കുമ്പോ ആണോ? ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ സെയിൽസ് ഗേൾ അല്ല. പക്ഷെ അത് അത്രയും ഇതായതുകൊണ്ടാണ് അവർക്ക് ശരിക്കും ഒരു സെയിൽസ് ഗേളിന്റെ ലൈഫ് അത് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ എടുത്തു കൊടുക്കുക, ഓരോ ജ്വല്ലറി കാണിക്കുക, അതൊക്കെ അത് കാണുമ്പോൾ അറിയാം. നമ്മൾ മൂവി വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം. വേണ്ട അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ടു സീ യു ആസ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ഇനി ഒത്തിരി നല്ല സിനിമകൾ ചെയ്യട്ടെ, നല്ല പ്രൊജക്ട്സ് മുക്തയുടെ വഴി വരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് മുക്തയെ വെറുതെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടത്തില്ല, എന്തെങ്കിലുമൊക്കെ തന്നിട്ടേ ഞങ്ങൾ പറഞ്ഞു വിടത്തുള്ളൂ. എന്ത് വേണം? മുട്ടായി മതിയോ? 100-ൽ 85 മാർക്ക് മേടിച്ചല്ലേ, മുട്ടായി മതിയാവും. 85 കിട്ടിയോ? 35. ശരി 85 കറക്റ്റാണ്. 50+35 പറയൂ. പറഞ്ഞോളൂ. എനിക്ക് മിഠായി വേണ്ട, കുറച്ചുകൂടെ വലിയ സമ്മാനം തരും. വേണം അല്ലേ? എനിക്കറിയാമായിരുന്നു മുക്ത ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതല്ലേ നമ്മൾ എപ്പോഴും അപ്പീലിന് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ് മറന്നുപോയോ? അതെ, ഏറ്റവും വലിയ ഗിഫ്റ്റ് മാത്രമേ മുക്ത അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ മുക്തയ്ക്ക് ആ വലിയ ഗിഫ്റ്റ് തരുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി കാര്യം കൂടെ ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്നത്. ചുമ്മാ ഇത് ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി ഓട്ടോഗ്രാഫ്. നല്ലത് മാത്രം എഴുതാൻ ശ്രമിക്കുക, ചീത്ത എഴുതിയാൽ എല്ലാവരും കാണും. ഓക്കേ, ഇനി മുക്ത എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാം. All the best for your show, sweetie. Love you, Mukta. ഇനി
ആ കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുവരാം. അപ്പം എണീറ്റാൽ മതി. അപ്പം എണീക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. സൈസ് ഇത്രേ ഉള്ളൂ. ഇത്രയും കൂടെ ആയാലോ? കുറച്ചുകൂടെ Thank you for being with us. Yes. All the best. Thank you. ഇനി വിളിച്ച് വരുമോ? തീർച്ചയായിട്ടും. അപ്പൊ ശരി, bye ബൈ. Get set chat. Get set chat. Get set. Get it set. Get set chat. Get set chat. Yeah. Get set chat.